ഈ റമദാനിലെങ്കിലും ഫിസിക്കലി നല്ല ഫിറ്റ് ആവണം, അല്ലെങ്കിൽ ഷുഗർ കൺട്രോളിലാക്കണം, കൊളസ്ട്രോൾ കുറക്കണം, ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നവരുണ്ടായിരിക്കും അല്ലേ? അല്ലെങ്കിൽ ഒരു 5 കിലോ കുറക്കണമെന്ന്. അപ്പോൾ ഇത്തരക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ റമദാനിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന ഒരുപാട് കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്കുകൾ മാറ്റിയാൽ കാരണം നമുക്ക് ഫിസിക്കലി ഒന്ന് സെറ്റാക്കി എടുക്കാൻ പറ്റിയൊരു സമയമാണ് ഈ റമദാൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ കിടക്കാം. ഹായ് ഹലോ വ്യൂവേഴ്സ്, ഞാൻ അരീബ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്, നമുക്കറിയാം 2 രീതിക്ക് ആളുകൾ ഇപ്പോൾ നോമ്പെടുക്കുന്നുണ്ടായിരിക്കും. ഒന്ന്, വീട്ടിലിരുന്ന് ഉമ്മമാരൊക്കെ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം, അല്ലെങ്കിൽ ഭാര്യമാരൊക്കെ ഉണ്ടാക്കി തരുന്ന ഭക്ഷണമൊക്കെ കഴിച്ച്, അല്ലെങ്കിൽ വീട്ടിലെ അമ്മമാർ വീട്ടിലിരുന്നിട്ട് ചെയ്യുന്നവർ, അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി പുറത്തു പോയവർ, അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി പുറത്തിരിക്കുന്നവർ, ഇങ്ങനെയുള്ള ആളുകൾ കേട്ടോ. അപ്പോൾ 2 കൂട്ടർക്കും പറ്റുന്ന രീതിക്കാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത് കേട്ടോ. അപ്പോൾ 2 കൂട്ടർക്കും പറ്റുന്ന മിസ്റ്റേക്കുകളും കൂടി ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. റമദാനിൽ നന്നായിട്ട് വെള്ളം കുടിക്കണം. കാരണം ഇപ്പോഴത്തെ ഒരു ചൂട് നമുക്ക് എല്ലാവർക്കും അറിയാം. വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. കട്ട് ഫ്രൂട്ട്സ് കഴിക്കണം, ഇതൊക്കെ എല്ലാവർക്കും കോമൺലി അറിയുന്നൊരു കാര്യമല്ലേ. കാരണം ശരീരത്തിൽ ആ ഒരു തണുപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് സഹായിക്കും. വൈറ്റമിൻസും ഒക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ പറയുന്ന മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, ഈ പുറത്ത് നിൽക്കുന്നവരുണ്ടാവും അല്ലേ, അവർക്ക് കൂടുതൽ കുക്ക് ചെയ്യാനൊന്നും കഴിയില്ല, എന്നാൽ അവർക്ക് എനർജി ഉണ്ടായിരിക്കണം, അതുപോലെ ഹെൽത്തി ഒക്കെ ആയിരിക്കണം. അപ്പോൾ അവർ ചിയ സീഡ്സ് പോലത്തെ ഫുഡുകളൊക്കെ ആഡ് ചെയ്യുക. കാരണം ഒരു വിശപ്പ് തോന്നിപ്പിക്കില്ല, കുറച്ചുകൂടി ഈസി ആയിരിക്കും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ചിയ സീഡ് ഫുഡിൽ ഈ അത്താഴത്തിൽ നീക്കുമ്പോൾ കഴിച്ചാൽ വയറൊന്ന് ഫില്ലായ പോലെ തോന്നിക്കും. ഒന്ന് വെള്ളത്തിൽ നേരത്തെ ഇട്ട് വെക്കണം, അതുപോലെ എടുത്തിട്ട് കഴിക്കാൻ പാടില്ല കേട്ടോ. വെള്ളത്തിലിട്ട് കുതിർന്നതിൻ്റെ ശേഷം മാത്രമേ ചിയ സീഡ് കഴിക്കാൻ പാടുള്ളൂ. അതുപോലെ നന്നായിട്ട് കട്ട് ഫ്രൂട്ട്സും കാര്യങ്ങളും കഴിക്കുക. ഈ കരിയും പൊരിയും കഴിക്കുന്നത്, ഈ വീട്ടിലുള്ളവരാണ് ഏറ്റവും കൂടുതലായിട്ട് അത്തരത്തിലുള്ള മിസ്റ്റേക്ക് കഴിക്കുക. നോമ്പ് തുറന്ന ഉടനെ തന്നെ നാരങ്ങ വെള്ളം കുടിക്കുന്നവരുണ്ടാവും അല്ലേ. ഈ നാരങ്ങ വെള്ളം കുടിക്കുമ്പോൾ, നമ്മൾ കാഞ്ഞ വയറിലോട്ട് നാരങ്ങ വെള്ളം കുടിക്കുമ്പോൾ, ഒന്ന് നാരങ്ങ വെള്ളത്തിൽ നല്ല ഷുഗർ വേണം. ആ ഒരു പുളിപ്പിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി ഷുഗർ ഈ നാരങ്ങ വെള്ളത്തിൽ ആഡ് ചെയ്യേണ്ടി വരുന്നു. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഒന്നും കഴിക്കാതെ കാലി വയറിലോട്ടേക്കല്ല, തണുത്ത നാരങ്ങള്ളം വരിക അല്ലേ. ആ ചൂടിലോട്ട് നമ്മളെ ശരീരത്തിലോട്ട് തണുത്ത നാരങ്ങള്ളം വരുമ്പോൾ ആ തണുപ്പ് നമുക്ക് ദോഷമായിട്ട് ബാധിക്കും. അതുപോലെ തന്നെ അതിലുള്ള അസിഡിറ്റിയും നമുക്ക് ദോഷമായിട്ട് ബാധിക്കും. അപ്പോൾ ഈ നാരങ്ങള്ളം സ്കിപ്പ് ചെയ്യുന്നത് വളരെ നല്ല കാര്യമായിരിക്കും. പകരം നിങ്ങൾ നോർമൽ വാട്ടർ കുടിച്ചോളൂ, അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളമൊക്കെ കുടിക്കുക കേട്ടോ. അതുപോലെ നല്ല ഷെയ്ക്ക് കുടിക്കുന്നവരുണ്ടായിരിക്കും. നിങ്ങൾ ഷെയ്ക്കിന് പകരം ഇതിൻ്റെ കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കുക. അതിൻ്റെ നാരും കാര്യങ്ങളൊക്കെ കിട്ടിക്കോട്ടെ. നിങ്ങൾ ഈ അനാവശ്യമായിട്ട് ഇത്രയും തിക്കായിട്ട് നല്ല തണുപ്പായിട്ട് ഷുഗറൊക്കെ ഇട്ടിട്ട് അങ്ങനെ കുടിക്കാതിരിക്കുക. കരിയും പൊരിയൊക്കെ കഴിക്കുമ്പോൾ ഇത്തിരി ഇടയ്ക്കൊക്കെ കൊതിക്കൊക്കെ ആണെങ്കിൽ ഇടയ്ക്ക് കഴിക്കുന്നതുകൊണ്ട് വലിയ തെറ്റൊന്നുമില്ല. പക്ഷേ ഇത് 30 ദിവസവും 1, 2, 3 വിഭവങ്ങൾ ഡെയിലി കഴിക്കുന്നവരുണ്ടായിരിക്കും. അത് അവർക്ക് ഗുണത്തിലേറെ ദോഷമായിരിക്കും ചെയ്യാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും അല്ലേ. ഇനി ഞാൻ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, റമദാനാകുമ്പോൾ നമ്മൾ കാണുന്നൊരു ട്രെൻഡാല്ലേ. കാരണം ഫുൾ ചാർജ് സോഡ, കുൽക്കി സർബത്ത്, ഇങ്ങനെ നോമ്പ് പറന്നു കഴിഞ്ഞിട്ട് ഒരു റെസ്റ്റ് ഇല്ലാതെ നമ്മൾ ഈ കഴിച്ച സാധനങ്ങളൊക്കെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ രാത്രി ചില തട്ടുകടകളും കാര്യങ്ങളൊക്കെ സജീവമായിട്ട് വരും. ഇത് സ്ഥിരമായിട്ട് കഴിക്കുന്നത് നമുക്ക് വളരെ ദോഷം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, സാധാരണ ഒരു നോർമൽ ഒരു വീട്ടിൽ നോമ്പ് തുറക്കുമ്പോൾ ആദ്യം തന്നെ കാരക്ക ഉണ്ടാവും, അതുപോലെ ഈ നാരങ്ങ വെള്ളം ഉണ്ടായിരിക്കും, മറ്റ് ജ്യൂസോ നാരങ്ങ വെള്ളത്തിന് പുറമെ ജ്യൂസ്, ഷേക്ക്, ഇത്തരം കാര്യങ്ങൾ കഴിക്കുന്നവരുണ്ടായിരിക്കും. ഫ്രൂട്ട്സ് ഒന്നും ചിലർ തൊടൂല, നേരെ കരിയും പൊരി അങ്ങനത്തെ കാര്യങ്ങൾ കഴിക്കും. ഈ പൊറാട്ട പോലുള്ള ഐറ്റംസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കടികൾ ഉണ്ടായിരിക്കും. ഇതിൻ്റെ കൂടെ ചായയും മറ്റു കാര്യങ്ങളും ഇങ്ങനത്തെ ഒക്കെ കഴിക്കുന്നു. ഇതൊന്നും പോരാഞ്ഞിട്ട് ഒന്ന് സെറ്റായി കഴിഞ്ഞ് ഒന്ന് തറാവിൻ സ്കെച്ച് കഴിയുമ്പോൾ വീണ്ടും ഒന്ന് ബിൽഡപ്പിന് വേണ്ടിയിട്ട് ഒന്നുകൂടെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ചീര കഞ്ഞി, അല്ലെങ്കിൽ ഉലുവ കഞ്ഞി, ഇങ്ങനത്തെ കഞ്ഞി വിഭവങ്ങൾ വേറെയും നൈറ്റ് ഉറങ്ങുന്നതിൻ്റെ മുന്നേ. നമ്മളെപ്പോഴും നമുക്കറിയാം, ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കുറച്ച് മുന്നെങ്കിൽ നമ്മൾ വയറ് കാലിയാക്കിയിരിക്കണം അല്ലേ. അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കുക. നിങ്ങൾക്ക് എത്ര മാത്രം വെള്ളം കുടിക്കാൻ പറ്റുമോ അത്രയും വെള്ളം കുടിക്കുക. കാരണം നമ്മളിവിടെയൊക്കെ ടെമ്പറേച്ചർ വളരെ കൂടുതലാണ്. നന്നായിട്ട് നമ്മൾ വെള്ളം കുടിക്കുക. അതുപോലെ കട്ട് ഫ്രൂട്ട്സും കാര്യങ്ങളും ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കുക. ഈ പുറത്ത് നിൽക്കുന്നവർ ശരിക്കും ഈ കരിയും പൊരിയൊക്കെ കഴിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് പ്രോട്ടീൻസ് എടുക്കാൻ നോക്കുക. ഈ പാല്, മുട്ട, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കുക.
നമുക്ക് കൂടുതൽ കാലം നമുക്ക് ജീവിക്കാൻ എനർജറ്റിക് പോയി. പുറത്തൊക്കെ നിൽക്കുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല എനർജിയിൽ നിൽക്കണം. ഒന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അവർ നല്ല ഉന്മേഷത്തോട് നിൽക്കണം. അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരായിരിക്കും, അവർക്ക് ആ ജോലിയിൽ നല്ലപോലെ നിന്നാലല്ലേ ഭാവിയിൽ കാര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നോമ്പാന്ന് കരുതിയിട്ട് അവർക്ക് ജോലി കൃത്യമായിട്ട് ചെയ്യാതിരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അവർക്ക് നല്ല എനർജി വേണം. അപ്പോൾ നല്ല ഹൈ പ്രോട്ടീനുള്ള ഫുഡുകൾ ഉൾപ്പെടുത്തുക അവരുടെ ഭക്ഷണത്തിൽ. അതുപോലെ അപ്പോൾ മെയിനായിട്ട് നമ്മൾ പറഞ്ഞത് നമ്മുടെ ഈ കരിപ്പൊരി സിസ്റ്റങ്ങൾ വല്ലപ്പോഴൊക്കെ ആവാം, എപ്പോഴും വേണ്ടാന്നേ ഉള്ളൂ. അതുപോലെ നാരങ്ങ പറഞ്ഞ സാധനം സ്കിപ്പ് ചെയ്യുക കേട്ടോ. അതുപോലെ ഈ നോമ്പ് പറന്ന് കഴിഞ്ഞിട്ടുള്ള പുറത്ത് പോയിട്ട് ഓരോ കുടിക്കലും ഉപ്പിലിട്ടത് അത് ഇത് പറഞ്ഞിട്ട് പല സാധനങ്ങളുണ്ട്, പല വെറൈറ്റികളും പല ഇതും നമ്മൾ റീൽസിലും കാര്യത്തിലൊക്കെ കാണൂല്ലേ. ട്രെൻഡിനൊക്കെ എപ്പോഴെങ്കിലും ഒന്നൊക്കെ കഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് സ്ഥിരമാക്കുന്ന ആളുകളുണ്ട്. നന്നായിട്ട് ഫുഡ് കഴിച്ച് വരിക, എന്നിട്ട് സോഡയും കാര്യങ്ങളും കഴിക്കുക, പിറ്റേന്ന് ഇത് സെയിം റിപ്പീറ്റ് ചെയ്യുക. ഒരു മാസം ഇതിങ്ങനെ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ പറയുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാനൊരു കാര്യം കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളെ ചുറ്റും ഇതുപോലെ ഭക്ഷണങ്ങൾ കഴിക്കാൻ കിട്ടാത്തവരുണ്ടായിരിക്കും അല്ലേ. നമ്മൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും എല്ലാ ഭക്ഷണം കിട്ടുന്നുണ്ടെന്ന്. പക്ഷെ എല്ലാ കാലത്തുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ്, എല്ലാവർക്കും വലിയ ലക്ഷറീസ് ഫുഡോ അല്ലെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യുന്ന പല സാധനങ്ങളും കൊതിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടായിരിക്കും. അപ്പം നിങ്ങൾ ഈ ഇത്തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ സ്റ്റാറ്റസ് വെക്കുമ്പോൾ അവരിലും അതിൻ്റെ ഒരു ക്രേവിങ്സ് വരും ചെയ്യും. പിന്നെ അതൊന്നും കിട്ടാത്തതിൻ്റെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പുണ്യമാസത്തിൽ നമ്മൾ അറിയാതെ മറ്റൊരാളുടെ വിഷമത്തിന് കാരണമാവാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ.